ചരക്ക് സേവന നികുതിയിലെ പുതിയ സ്ലാബുകൾ പ്രാബല്യത്തിൽ വന്നതോടെ വാഹന ഗൃഹോപകരണ വിപണിയിൽ കൂടുതൽ ഉണർവുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. ഇടത്തരം വാഹനങ്ങളുടെ വിലയിൽ കാര്യമായ മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. നികുതി ഇളവിന്റെ ഗുണം ഉപഭോക്താക്കൾക്ക് നേരിട്ട് ലഭിക്കുന്നതിനായി പല വാഹന നിർമ്മാതാക്കളും ഇതിനോടകം ഓഫറുകൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ആഡംബര വാഹനങ്ങൾ ഒഴികെയുള്ളവയ്ക്ക് 1,00,000-ലധികം രൂപയുടെ ആനുകൂല്യങ്ങളാണ് പല കമ്പനികളും പ്രഖ്യാപിച്ചിരിക്കുന്നത്. ചെറുകാറുകളുടെയും എൻട്രി മോഡൽ ബൈക്കുകളുടെയും വില ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട്. 1500 സിസിയിൽ താഴെ വരുന്ന ഡീസൽ കാറുകൾക്കും വില കുറഞ്ഞു. ഇത് വിൽപ്പനയിൽ വർധനമുണ്ടാക്കുമെന്നാണ് വാഹന ഡീലർമാരുടെ പ്രതീക്ഷ. GST ആൾക്കാർക്കൊക്കെ ഒരു പേടി സ്വപ്നമായിരുന്നു സത്യത്തിൽ. അതിൽ ഇപ്പോൾ ഒരു പെർസെൻറ്റേജ് കുറയും എന്ന് പറയുന്നത് കൊണ്ട് കുറച്ച് ബിസിനസ് കൂടാൻ സാധ്യതയുണ്ട്. സ്വാഭാവികമായിട്ടും പൊതുജനങ്ങൾക്ക് ഉപകാരപ്പെടും. സെസ് ഒഴിവാക്കിയിട്ടുണ്ട് വാഹനങ്ങളുടെ, അതുകൊണ്ട് സാധാരണ ജനങ്ങൾക്ക് വാഹനത്തിന്റെ വില കുറയും. പുതിയ നികുതി പരിഷ്കരണം ഗൃഹോപകരണ വിപണിയിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. AC-കൾക്കും TV-കൾക്കും വില കുറയും. മറ്റ് ഗൃഹോപകരണങ്ങളുടെ വിലയിലും കുറവുണ്ടാകും. കസ്റ്റമറെ സംബന്ധിച്ച് വാങ്ങിക്കാനായിട്ട് 10% വരെയാണ് നമ്മളിപ്പോൾ കുറയുന്നത്. 10% കുറയുകയാണെങ്കിൽ ഒരു 30,000 രൂപ ഐറ്റം വരുമ്പോൾ 3,000 രൂപ കുറഞ്ഞു. 60,000 രൂപ AC ആണെങ്കിൽ 6,000 രൂപ കുറഞ്ഞു. അപ്പോൾ എത്രയും വലിയൊരു മാറ്റം കസ്റ്റമർ സംഭവിക്കുമ്പോൾ ഞങ്ങളുടെ ഇലക്ട്രോണിക് വിപണിയിൽ തന്നെ ഒരു സെയിൽ വർദ്ധിക്കാനുള്ള ഏറ്റവും വലിയ ബൂമാണ്. ഞങ്ങളുടെ ടേൺ ഓവറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഡബിൾ ആവും. നികുതി ഇളവിനെ ജനങ്ങളും പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നത്. പുതിയ നികുതി ഘടനയിലൂടെ 1200 സിസിയിൽ കൂടുതൽ കരുത്തുള്ള പെട്രോൾ കാറുകൾക്കും പ്രീമിയം ബൈക്കുകൾക്കും വില ഉയരും. പുതിയ നികുതി പരിഷ്കാരം വലിയ പ്രതീക്ഷയോടെയാണ് വിപണി നോക്കിക്കാണുന്നത്. ഗൃഹോപകരണ വാഹന വിപണിയിൽ പുതിയ GST പരിഷ്കാരം വലിയ കുതിച്ചുചാട്ടമുണ്ടാക്കുമെന്നുള്ള പ്രതീക്ഷയാണ് ഉപഭോക്താക്കളും ഡീലർമാരും പങ്കുവയ്ക്കുന്നത്.